സെമറ്റിക് മതങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വിളിക്കപ്പെട്ടിരുന്നത് സഹോദര മതങ്ങൾ എന്നാണ്. അതിന് കാരണം 3 ദൈവവിശ്വാസങ്ങളും ഏക ദൈവവിശ്വാസത്തിലാണ് ഉറപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്രാഹത്തിന്റെ സന്തതികളായി 3 ദൈവവിശ്വാസത്തിൽപ്പെടുന്ന ജനങ്ങളും വിശ്വസിക്കുന്നതിനാൽ തന്നെ സഹോദര മതങ്ങൾ എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യഹൂദർ ദൈവവചനത്തിലെ പഴയ നിയമത്തിൽ വിശ്വസിക്കുകയും അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന യാഹ്വേ എന്ന ദൈവത്തെയുമാണ് ആരാധിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പഴയ നിയമത്തെയും ലോകത്തിന്റെ രക്ഷയ്ക്കായി വന്ന യേശുക്രിസ്തുവിനെയും, അതായത് യാഹ്വേ തന്നെ മനുഷ്യപുത്രനായി വന്ന് രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിലെ സകല ജനങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവനും രക്തവും നൽകി മരിച്ചുദ്ധാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന സുവിശേഷവും കൂടി അടങ്ങിയ, പഴയ നിയമവും പുതിയ നിയമവുമായ സുവിശേഷവും കൂടി അടങ്ങിയ ദൈവവചനത്തെയും ഈ രക്ഷാകര പദ്ധതിയുമാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് എന്ന വ്യക്തി ഈ ഭൂമിയിൽ വരികയും അദ്ദേഹം വെളിപ്പെടുത്തിയ ദൈവിക രഹസ്യമെന്ന് അവർ വിശ്വസിക്കുന്ന, ദൈവിക പദ്ധതി എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥവും, അദ്ദേഹം വെളിപ്പെടുത്തിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം, ഖുർആൻ എന്ന ഗ്രന്ഥവും, പിന്നീട് അത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഹദീസുകളും അടങ്ങിയ ദൈവവിശ്വാസ പ്രമാണങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഇസ്ലാമിക സമൂഹം. മുഹമ്മദ് നബി വെളിപ്പെടുത്തിയ അള്ളാഹു എന്ന ഏകദൈവത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല ബൈബിളിലെ എല്ലാ ക്യാരക്ടറിനും വ്യത്യസ്തമായ ഒരു നാമം നൽകി ബൈബിൾ തിരുത്തപ്പെട്ടുവെന്നും യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്നും അവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ബൈബിളിലെ എല്ലാ ക്യാരക്ടറിനും മറ്റൊരു നാമം നൽകി മറ്റൊരു കഥയിലൂടെ അവതരിപ്പിക്കുകയാണ് ഖുർആൻ എന്ന ഗ്രന്ഥം. എന്നാൽ ബൈബിളും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്, ബൈബിൾ ഒരു പൂർണ്ണ ഗ്രന്ഥമാണ്. ഉൽപ്പത്തി മുതൽ അവസാനം വെളിപ്പാട് വരെ, ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ വരെ ഈ ദൈവവചനത്തിൽ ഒറ്റ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഖുർആൻ ഒരു അപൂർണമായ ഗ്രന്ഥമാണ്. അത് വായിച്ചവർക്ക് ഗ്രഹിക്കാൻ സാധിക്കും, അത് വായിച്ചാൽ പൂർണ്ണമായും ഒന്നും ഗ്രഹിക്കുകയില്ല. പിന്നീടും ഇസ്ലാമിക വിശ്വാസത്തിൽ എത്തിച്ചേരണമെങ്കിൽ അവർ ഹദീസുകൾ കൂടി നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും അത് പൂർണ്ണമായി ഗ്രഹിക്കുക പ്രയാസമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹു എന്ന ഏകദൈവം യഥാർത്ഥത്തിൽ യേശു പിതാവേ എന്ന് വിളിച്ച ദൈവത്തെയാണ് അവർ അള്ളാഹു എന്ന് വിളിക്കുന്നത് എന്നാണ്. മാത്രമല്ല ഈ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് യേശുക്രിസ്തു എന്നും, ഈ യേശുക്രിസ്തുവിനെ അവർ ഈസാ നബി എന്നും വിളിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്നും യേശുക്രിസ്തു യുഗാന്ത്യത്തിൽ വരുമെന്നും അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല യുഗാന്ത്യത്തിൽ അവരുടെ ഇസ്ലാമിക സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മുഹമ്മദ് നബിയുടെ ഗോത്രത്തിൽ, അതായത് മുഹമ്മദ് നബിയുടെ പരമ്പരയിൽ നിന്ന് തന്നെ വരുന്ന, അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുടെയും തന്നെ പേരിൽ വരുന്ന രീതിയിൽ ഒരു വ്യക്തി, ഇമാം മഹദി എന്ന വ്യക്തി വെളിപ്പെടുമെന്നും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ക്രിസ്തു സമൂഹത്തിലെ ബൈബിൾ പ്രവചനങ്ങൾ പഠിക്കുന്നവർക്ക് ഗ്രഹിക്കാൻ സാധിക്കും നാം ആയിരിക്കുന്നത് കൃപായുഗത്തിന്റെ അന്ത്യത്തിലാണ് എന്ന്. അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹവും വിശ്വസിക്കുന്നു അവർ ജീവിക്കുന്നത് യുഗാന്ത്യത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. അതിന്റെ പ്രതീകമായിട്ടെന്നോണമാണ് ഗാസയിൽ ഇത്തരം ഇസ്രായേലിന്റെ പീഡനം ഉണ്ടാകുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല അവരുടെ പ്രവചനം അനുസരിച്ച് ഇമാം മഹദിയും ഈസാ നബിയും വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ വംശഹത്യ ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ വ്യക്തമായും വെളിപ്പെടുത്തുന്നതാണ്, ഒരു ജൂതൻ പോലും ഈ ഭൂമുഖത്തിൽ അവശേഷിക്കാത്ത രീതിയിൽ ഇമാം മഹദിയും ഈസാ നബിയും ജൂതന്മാരെ വകവരുത്തും. യുഗാന്ത്യത്തെക്കുറിച്ച് ദൈവവചന പ്രവചനങ്ങൾ പഠിക്കുന്നവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ അഭിപ്രായങ്ങളെ ശോധന ചെയ്ത് ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും ഏതാണ് നാം സ്വീകരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതെന്നും ദൈവമക്കൾ വ്യക്തമായും അറിയണം. ബൈബിൾ പ്രവചനമനുസരിച്ച് യുഗാന്ത്യത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലെയായിരുന്നു. അതിൻ്റെ കാലുകൾ കരടിയുടേതുപോലെ, വായ് സിംഹത്തിൻ്റേതുപോലെയും. സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. അതായത് ദൈവവചനത്തിൽ പറയുന്ന ഈ മൃഗം എന്നത് എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ്, ഉപമകളിലൂടെയാണ് പറയുന്നത്. സർപ്പം, അതായത് സാത്താൻ, സകല ശക്തിയും അധികാരവും ഈ മൃഗത്തിന് കൊടുത്തിട്ടുണ്ട്, ഈ വരുന്ന എതിർ ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി, എങ്കിലും മരണകരമായ ആ മുറിവ് സുഖപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അതായത് മൃഗത്തിന് എന്തോ തലകളിൽ അതിനെന്തോ സംഭവിച്ചു, മരണകരമായ രീതിയിൽ. ലോകം കാണുമ്പോൾ ആ മൃഗം എന്തോ യുദ്ധത്തിലോ എന്തോ ചെയ്തപ്പോൾ അത് മരണപ്പെട്ടതായിട്ട് പെട്ടെന്ന് തോന്നുകയും പിന്നീട് ജീവൻ പ്രാപിച്ചു വരുന്നതായിട്ടാണ് ലോകത്തിലെ ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചു ജീവിച്ച ഒരു വ്യക്തി എന്ന രീതിയിലാണ് ലോകത്തിലെ സകല ജനങ്ങളും ആശ്ചര്യപ്പെടുന്നത്. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം മൃഗം പറയുന്നതനുസരിച്ച് ആ മൃഗം പറയുന്ന ദൈവസങ്കല്പത്തെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുകയും സർപ്പത്തെ, ആ മൃഗം പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സർപ്പമാകുന്ന സാത്താനെയാണ് അതിനെ പിന്തുടരുന്നവർ ആരാധിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിന് പോരാടാൻ ആർക്ക് കഴിയും? ഈ മൃഗം എന്ന എതിർ ക്രിസ്തുവിനെയും അവർ മനസ്സുകൊണ്ട് ആരാധിക്കും. കാരണം ഇതിനെപ്പോലെ ഇത്രയും ശക്തിയും യുക്തിയും ബുദ്ധിയും ശക്തനുമായ മറ്റാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സർപ്പത്തെ ആരാധിക്കുന്നതോടൊപ്പം, ആ മൃഗം പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം അവർ മനസ്സിൽ ഈ മൃഗത്തെയും എതിർ ക്രിസ്തുവിനെയും ആരാധിച്ചു എന്നാണ് പറയുന്നത്. ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു. അതിന് 3.5 വർഷമാണ് ഭൂമിയിൽ പ്രവർത്തിക്കാൻ അധികാരം നൽകിയത്. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദൂഷിച്ചു പറഞ്ഞു.
അവിടുത്തെ നാമത്തെ, അതായത് ജീവനുള്ള ഏക സത്യദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും യാഹ്വേ എന്ന നാമത്തെയും അത് ദുഷിച്ച് പറയും. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. അതായത് ഇവിടെ പറയുന്ന വിശുദ്ധർ ഇസ്രായേൽ ജനമാണ്. ഇസ്രായേൽ ജനത്തോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ ദൈവം അനുവാദം നൽകിയിരിക്കുകയാണ് ഈ എതിർ ക്രിസ്തുവിന്. സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരം ലഭിച്ചു. വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. എതിർ ക്രിസ്തുവിനെ അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് യേശുക്രിസ്തു തെരഞ്ഞെടുത്ത ദൈവമക്കളെ അല്ലാതെ ബാക്കി എല്ലാവരും ലോകത്തിലെ ആ സർപ്പത്തെ ആരാധിക്കും, എതിർ ക്രിസ്തുവിനെ ആരാധിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. തടവിലാക്കപ്പെട്ടവൻ തടവിലേക്ക് പോകുന്നു, വാൾ കൊണ്ട് വധിക്കുന്നവൻ വാളിനിരയാകണം. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. എതിർ ക്രിസ്തു വരുമ്പോൾ യഥാർത്ഥ വിശ്വാസികളായ ജനങ്ങൾക്ക് പീഡനം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ദൈവവചനം പറയുന്നത്, വിശുദ്ധർക്ക്. അപ്പോൾ യാഹ്വേയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാത്തവർക്ക് മാത്രമേ അവർക്ക് പിന്നീട് ദൈവരാജ്യത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ദൈവവചനം പറയുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേത് പോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. ഈ മൃഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുഞ്ഞാടിൻ്റേത് പോലെയുള്ള ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേത് പോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അതായത് യേശുക്രിസ്തുവിനെ പോലെയുള്ള ഒരു വ്യക്തിയാണ് പിന്നീട് വരുന്നത്. ആ വ്യക്തി ലോകം യേശുക്രിസ്തുവിനെ പോലെ വിചാരിക്കും. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. കാണുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെയാണ്, എന്നാൽ അത് അതിൻ്റെ വായിൽ നിന്ന് വരുന്നത് സർപ്പത്തെ പോലെയാണ്. ജീവനുള്ള ഏക സത്യദൈവമായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളോട് യാതൊരു സാമീപ്യമില്ലാത്ത വ്യത്യസ്തമായ രീതിയിലായിരിക്കും അതിൻ്റെ സംസാരം എന്നാണ് പറയുന്നത്. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. അതായത് ആദ്യം വന്ന മൃഗം എതിർ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തുവിൻ്റെ മുമ്പിലാണ് എല്ലാ അധികാരവും ഈ രണ്ടാമത്തെ മൃഗമായ വ്യാജപ്രവാചകൻ പ്രയോഗിക്കുന്നത്. മാരകമായ മുറിവ് സുഖപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. അതായത് എതിർ ക്രിസ്തു ഏതോ യുദ്ധത്തിൽ മരിച്ചിട്ട് വീണ്ടും ജനിച്ചതുപോലെയാണ് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ടാണ് എതിർ ക്രിസ്തുവിനെ എല്ലാവരും ആശ്ചര്യത്തോടെ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ആ എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ടാക്കി ആ എതിർ ക്രിസ്തുവിനെ ആരാധിക്കണം എന്ന് പറയുന്നത് ഈ രണ്ടാമത് വരുന്ന വ്യാജപ്രവാചകനാണ്. എതിർ ക്രിസ്തുവിൻ്റെ കൂട്ടാളിയായ വ്യാജപ്രവാചകനാണ്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ അനുവദിക്കപ്പെടുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു. ഈ വ്യാജപ്രവാചകൻ നിരവധി അത്ഭുതങ്ങൾ കാണിക്കും. യേശുക്രിസ്തു ആണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് രോഗശാന്തിയും വിടുതലുമെല്ലാം നൽകിയതെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ വ്യാജപ്രവാചകൻ നടത്തും. ആകാശത്ത് നിന്ന് തീയിറക്കുക പോലും ചെയ്യുമെന്നാണ്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ജീവനുള്ള ഏക സത്യദൈവമായ യേശുക്രിസ്തു തന്നെയാണ് ഈ വ്യാജപ്രവാചകൻ എന്ന് എല്ലാവരും വിശ്വസിക്കും. കാരണം അതുപോലെയുള്ള അടയാളങ്ങളാണ് കാണിക്കുക. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു. എതിർ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ ആൾക്കാരെയും ഈ മൃഗം, ഈ വ്യാജപ്രവാചകൻ വഴിതെറ്റിക്കും. ആ എതിർ ക്രിസ്തുവിനെ ആരാധിക്കാനും എതിർ ക്രിസ്തു പറയുന്ന ദൈവസങ്കല്പത്തെ ആരാധിക്കാനും ഈ വ്യാജപ്രവാചകൻ നിർബന്ധിക്കും. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത്. മാത്രമല്ല ഈ എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ടാക്കി അതിന് ജീവൻ പോലും നൽകാൻ, സംസാരശേഷി പോലും നൽകാൻ ഉള്ള അധികാരം യഥാർത്ഥത്തിൽ ഈ വ്യാജപ്രവാചകനുണ്ട്. യേശുക്രിസ്തുവാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവരെ ഉയർപ്പിച്ചത്, ജീവൻ നൽകിയത് എന്ന് നമുക്കറിയാം വചനഭാഗങ്ങളിൽ. അത്തരമുള്ള അടയാളങ്ങളാണ് ഈ വ്യാജപ്രവാചകൻ ചെയ്യാൻ പോകുന്നത്. അതായത് എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ടാക്കി അതിന് ജീവൻ നൽകുകയും അതിന് സംസാരശേഷി ലഭിക്കുകയും ചെയ്യും. സംസാരിക്കുന്ന പ്രതിമയുണ്ടാക്കും, ജീവനുള്ള പ്രതിമയുണ്ടാക്കും. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലാനും വേണ്ടിയായിരുന്നത്. അങ്ങനെ ഈ എതിർ ക്രിസ്തുവിനെ ആരാധിക്കാതെ, എതിർ ക്രിസ്തു പറയുന്ന ദൈവ സങ്കല്പത്തെ ആരാധിക്കാത്തവരെ കൊല്ലാൻ വേണ്ടിയാണ് ഈ പ്രതിമയെ ഉണ്ടാക്കുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയെ തന്നെ ഉണ്ടാക്കുന്നത് എന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുകയും പ്രതിമയ്ക്ക് ജീവൻ വരെ നൽകുകയും ചെയ്യുന്ന വ്യാജപ്രവാചകനെ കാണുമ്പോൾ സത്യത്തിൽ ലോകത്തിലെ അന്നുള്ള സകല വ്യക്തികളും, ലോകസ്ഥാപനത്തിന് മുമ്പ് വിളിക്കപ്പെട്ട വിശുദ്ധരായ ജനങ്ങൾക്ക് മാത്രമല്ലാതെ സകല വ്യക്തികളും, അതായത് വ്യാജപ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്ന എതിർ ക്രിസ്തുവിനെയും വിശ്വസിക്കുകയും എതിർ ക്രിസ്തു വെളിപ്പെടുത്തുന്ന ദൈവസങ്കല്പത്തെയും അവർ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുമെന്നാണ് ദൈവവചനത്തിലൂടെ പറയുന്നത്. ഇതാണ് ക്രിസ്തീയ സമൂഹം യുഗാന്ത്യത്തിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അതായത് വ്യാജപ്രവാചകൻ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹം പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. അതായത് വ്യാജപ്രവാചകനെ യേശുക്രിസ്തുവായി കാണുകയും യേശുക്രിസ്തു അല്ലാതെ ആ വ്യാജപ്രവാചകൻ പറയും ഞാൻ അല്ല യഥാർത്ഥത്തിൽ ദൈവം, ഈ വന്നിരിക്കുന്ന ഇമാം മഹദി പറയുന്ന വ്യക്തിത്വങ്ങളാണ്, ചൂണ്ടിക്കാണിക്കുന്ന ദൈവസങ്കല്പമാണ് യഥാർത്ഥ ദൈവമെന്ന് പറയുന്ന അവസരത്തിലാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾ, വിശുദ്ധരായ ഇസ്രായേൽ മക്കൾ കബളിപ്പിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് യുഗാന്ത്യത്തിൽ ആയിരിക്കുന്ന നാം ദൈവവചനം വ്യക്തമായി പഠിക്കണമെന്ന് പറയുന്നത്, അതിൻ്റെ ദൈവിക രഹസ്യങ്ങൾ അറിയണമെന്ന് പറയുന്നത്.